നേന്ത്രപ്പഴം കഴിക്കാൻ മടിയുള്ള കുട്ടികൾ കാണുമല്ലോ. അങ്ങനെയുള്ള കുട്ടികൾക്ക് കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു വിഭവമാണ് പഴം വിളയിച്ചത്. തേങ്ങാപ്പാലും നേന്ത്രപ്പഴവും ശർക്കരയും വെച്ചിട്ട് 5 മിനിറ്റ് കൊണ്ട് ഇത് ഉണ്ടാക്കിയെടുക്കാമെന്ന് മാത്രമല്ല, ഏറെ ആരോഗ്യകരവുമായൊരു വിഭവമാണ്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാം. ആദ്യം തന്നെ ഈ 2 വെള്ളത്തിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലോണം ഒന്ന് ഉരുക്കിയെടുക്കാം. ഈ 2 വെല്ലവും 125 ഗ്രാം ഉണ്ട്. ഇങ്ങനെ ഉരുക്കിയെടുത്തിട്ടുള്ള വെല്ലം അരിപ്പയിൽ അരിച്ചെടുത്ത് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കും. പഴം വിളയിച്ചത് ഉണ്ടാക്കാൻ വേണ്ടി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായി വന്നാൽ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കൂടെ തന്നെ കുറച്ച് ഉണക്കമുന്തിരി കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വയ്ക്കും. ഇത് നമുക്ക് വെറും 5 മിനിറ്റ് കൊണ്ട് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ എല്ലാം കയ്യെത്തുന്ന ദൂരത്ത് ഒരുക്കി വെച്ചിട്ട് വേണം ഉണ്ടാക്കി തുടങ്ങാൻ. ഇനി ഇതേ നെയ്യിൽ തന്നെ 3 മീഡിയം സൈസ് വലിപ്പമുള്ള നേന്ത്രപ്പഴം അരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുക്കും. 3 നേന്ത്രപ്പഴവും കൂടി 450 ഗ്രാം ആണുള്ളത്. ഇതിന്റെ നിറം ഒന്ന് മാറി വരുന്നത് വരെ നെയ്യിൽ തിരിച്ചും മറിച്ചും ഇട്ടെടുക്കാം. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, നമ്മുടെ പഴത്തിന്റെ നിറം മാറി നല്ലൊരു നിറമായി വന്നിട്ടുണ്ട്. ഇങ്ങനെ നിറമാറി വന്ന പഴത്തിലേക്ക് 1/2 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്ത് നല്ലോണം ഇളക്കിയെടുത്ത് വറ്റിച്ചെടുക്കും. ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് വറ്റിച്ചെടുക്കാതെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വറ്റിച്ചെടുക്കാൻ. ഇങ്ങനെ വറ്റി വന്നാൽ പിന്നെ ഇതിലേക്ക് നേരത്തെ ഉരുക്കി വെച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇത് നല്ലോണം ഒന്ന് ഇളക്കിയെടുത്ത് ഈ ശർക്കര പാനി കൂടെ ഒന്ന് വറ്റിച്ചെടുക്കാം. ഇതുപോലെ ഒന്ന് വറ്റി വന്നാൽ നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്ക പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നല്ലോണം ഒന്നും കൂടെ ഇളക്കിയെടുക്കാം. ഇത്രയും ആയാൽ സ്റ്റൗ ഓഫാക്കി ഫ്രൈ ചെയ്ത അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും ചേർത്ത് കൊടുത്ത് മിക്സ് ആക്കിയെടുക്കാം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ 5 മിനിറ്റ് കൊണ്ടാണ് ചെയ്തെടുത്തത്. അത്രയും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു വിഭവമാണിത്. ഇത് നമ്മുടെ കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന 4 മണി പലഹാരമായി കഴിക്കാൻ പറ്റിയതാണ്. ഇതെല്ലാവർക്കും അറിയുന്നൊരു റെസിപ്പി ആയിരിക്കും. എന്നാൽ ഒരു പ്രാവശ്യം തേങ്ങാപ്പാലും ശർക്കരയും വെച്ചിട്ട് ഇതുപോലെയൊന്ന് ഉണ്ടാക്കി നോക്കണം. ഇതുണ്ടാക്കാൻ വേണ്ടി നമ്മൾ പഴം എടുക്കുമ്പോൾ ഈ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിച്ചേക്കണം. ഇതുപോലെ പഴുത്ത് വരുന്ന പഴം എടുക്കാതെ തൊലി അല്പം കറുത്തിട്ടുള്ള ഇതുപോലുള്ള പഴം വേണം എടുക്കാൻ. എന്നാൽ ഓവറായിട്ട് പഴുത്തിട്ടുള്ള പഴവും എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാൻ മറക്കരുത്.